താങ്കൾക്ക് ഇംഗ്ലീഷും മലയാളവും കൂടാതെ ഹിന്ദിയും തമിഴും ഒക്കെ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ ഇത്തരം ഭാഷകളിലെ പ്രാവീണ്യം എങ്ങനെയാണ് പെട്ടെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ചുരുങ്ങിയ കാലം കൊണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇത് ഏറെക്കുറെ വീട്ടിൽ എന്നെ വളർത്തിയ ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ഈ മൊത്തം സന്തോഷ് പണ്ഡിറ്റ് ആക്കുന്നതിലൊരു വലിയൊരു വഹിച്ചിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അച്ഛനൊരു എഞ്ചിനീയറായിരുന്നു. അച്ഛൻ്റെ പേര് അപ്പുണ്ണി പണ്ഡിറ്റ് എന്നാണ്. അമ്മയുടെ പേര് സരോജിനി അമ്മ. രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ വേദപഠനം, ഭഗവത്ഗീത, ഇങ്ങനെ അതെല്ലാം ആവശ്യമാണ്. അപ്പോൾ ഭഗവത്ഗീത ശരിക്കും ഒരുപാട് സ്വാധീനിച്ചു. ഒരു ക്യാരക്ടർ ബൈ നാച്ചുറൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 2ാം ചാപ്റ്റർ, ഇപ്പോൾ ഗീതയിലെ 2ാം ചാപ്റ്റർ സാംഖ്യയോഗത്തിലും പ്രജാഹാതി യഥാകാമൻ സർവാൻ പാർത്ഥ മനോഗതൻ ആത്മനേ വാത്മനാ തിഷ്ഠാസിതപ്രജ്ഞ ഉച്ചത എന്ന് പറയുന്ന ഭഗവാന്റെ അതൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതായത് അവനവനിൽ സന്തോഷത്തെ കണ്ടെത്തുന്നവന് ഈശ്വരവിശ്വാസി എന്ന് പറയുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഹാപ്പി ആവുന്നത് ഭഗവാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഭഗവാൻ ആ പോയിന്റേ പറഞ്ഞുള്ളൂ, പക്ഷേ ഞാനതിൻ്റെ എൻ്റെതായ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ നൽകുന്നത് ഇങ്ങനെയാണ്. ഇപ്പം നമുക്ക് ദാഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു മഴ വരും വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വായ എന്ന് വെച്ച് നിൽക്കുന്നേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ ഒരു കിണർ കുഴിച്ച് ആവശ്യമുള്ളപ്പോൾ വെള്ളം എടുക്കുന്നതാണ് നല്ലത്. ദാറ്റ് ഈസ് അവനവൻ്റെ ഉള്ളിൽ തന്നെ സന്തോഷത്തെ കണ്ടെത്തുക. പൊതുവിൽ ആളുകൾക്ക് പറ്റുന്നൊരു കുഴപ്പം, ഇപ്പോൾ നമ്മൾ രാവിലെ നമുക്ക് കല്യാണം കഴിച്ചു വിചാരിച്ചോ, ഭാര്യ നമ്മളോട് മോശമായി പെരുമാറി എങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ നമ്മളുടെ ദിവസം പോയി. ഒരു ബസ്സിൽ കയറി കണ്ടക്ടർ ബാക്കി പൈസ തന്നില്ല, തീർന്നു നമ്മളുടെ ദിവസം. ഇതാണ് ദാറ്റ് ഈസ് നമ്മളുടെ റിമോട്ട് കൺട്രോൾ പലർക്കും കൊടുത്തിട്ടാണ് പോകുന്നത്. ഞാൻ മനസ്സിലാക്കി. യെസ്. അപ്പം ഇപ്പം മകൻ +2 നല്ല മാർക്കോടെ ജയിച്ചു, സന്തോഷം. മകൻ +2 തോറ്റു, അല്ലെങ്കിൽ മാർക്ക് പറഞ്ഞു, ദുഃഖം. ദാറ്റ് ഈസ് നമ്മളുടെ റിമോട്ട് കൺട്രോൾ മകൻ്റെ കയ്യിലാണ്, അവൻ തീരുമാനിക്കും. നമ്മുടെ റിമോട്ട് കൺട്രോൾ ഭാര്യയിലാണ്, നമ്മുടെ റിമോട്ട് കൺട്രോൾ കണ്ടക്ടറിലാണ്. ഇങ്ങനെയല്ല വേണ്ടതെന്ന്. ഒരു മനുഷ്യൻ അവനവനിൽ സന്തോഷത്തെ കണ്ടെത്തണം. ഇതൊക്കെ ഇങ്ങനെ അതിൻ്റെ രീതിയിൽ പോകുമെന്നും. കോഴിക്കോട് പെരുവണ്ണാമൊഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അച്ഛൻ ആ സമയത്ത് അവിടെ കുറ്റ്യാടി ഇറിഗേഷൻ പ്രോജക്റ്റിൽ അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ പെരുവണ്ണാമൊഴി കുറ്റ്യാടിയുടെ അടുത്താണ് ഈ സ്ഥലം വരുന്നത്. പിന്നീട് കോഴിക്കോട് ടൗണിലായിരുന്നു വന്നിരുന്നത്. ഒരു സിസ്റ്ററുണ്ട്, മാരീഡാണ്. ഇതിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമയില് സന്തോഷിന്റെ മകനെ അഭിനയിപ്പിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ മാരീഡാണ്, പക്ഷെ ഡൈവേഴ്സ്ഡും ആണ്. ലീഗലി ഡൈവേഴ്സ്ഡ് ആണ്. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ശേഷം മാരേജിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഏത് വർഷമാണ് മാരേജ് ചെയ്തത്? 5-6 വർഷമായി. കുറച്ചുകൂടെ എൻ്റെ ചെറുപ്പത്തിലെ മാരേജ് കഴിഞ്ഞു. അത് പറയുന്നില്ല. അങ്കനവാടിയിലെ ടീച്ചർ എന്നുള്ളതിൽ എൻ്റെ മോൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി പാടിയത് മകനാണ്. അങ്കനവാടിയിലെ ടീച്ചർ എന്നുള്ളത് സീനിൽ പാടിയത് ഞാനാണ്. സിനിമയിൽ പാടിയത് ഞാനാണ്. എനിക്ക് വേണ്ടി പാടിയിരിക്കുന്ന എൻ്റെ മകനാണ് സീനിൽ പാടിയിരിക്കുന്നത്. മകൻ ഇപ്പോ വൈഫിന്റെ കൂടെയാണ്. ഈ വിവാഹ ജീവിതം ഇങ്ങനെ വേർപിരിയേണ്ട സാഹചര്യത്തിലേക്ക് വന്നത് പറയാൻ പറ്റുന്ന സംതിങ് പേഴ്സണൽ, വളരെ സീരിയസ് ഒന്നുമല്ല, സംതിങ് പേഴ്സണൽ. ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൊടുത്തത്. അപ്പൊ പിന്നെ രണ്ടാൾക്കും പ്രയാസമില്ല എന്നാണല്ലോ ഇന്ന് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഞാൻ മ്യൂച്വലായിട്ട് ഡൈവേഴ്സ് ചെയ്യായിരുന്നു. ഇനി ഒരു വിവാഹത്തെ പറ്റി അത്രയും പെട്ടെന്ന് വേണമെന്നുള്ളതാണ്. ഞാനിപ്പോ സെലിബ്രിറ്റി ആണോ എന്നൊന്നും അല്ല ഞാൻ ആലോചിക്കുന്നത്. വീട്ടിലെ പണികൾ മുഴുവൻ ഞാനാണ് എടുക്കുന്നത് ഒറ്റയ്ക്ക്. അതാണ് എൻ്റെ പ്രധാന പ്രശ്നം. ഈ വീട്ടിലടിച്ചു വാരുക, കക്കൂസ് കഴുകുക തുടങ്ങി വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കല്യാണം കഴിക്കണം. അല്ലാണ്ട് ഞാൻ സെലിബ്രിറ്റി ആണോ? തീർച്ചയായിട്ടും വളരെ ഒരു സീരിയസ് സിറ്റുവേഷൻ ആണ്. അവിടെ പലപ്പോഴും കറണ്ട് വരെ കട്ടാവുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നരിക്കുനിയാണ്.
ശരിക്കും കോഴിക്കോട് ടൗണിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധിയൻ ഫിലോസഫി വായിച്ചപ്പോൾ ഗാന്ധിജി പറയണ്ടായി ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ്. അപ്പം അതറിയാനായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയും അദ്ദേഹം പറഞ്ഞു, അച്ഛന് ഈ യാത്രകൾക്ക് ഭയങ്കര താല്പര്യമാണ്. എല്ലാ മാസത്തിലും ഒരിക്കൽ സെക്കൻഡ് സാറ്റർഡേ സൺഡേ പ്ലസ് കുറച്ച് ദിവസം ലീവ് എടുക്കും. ആ കുറച്ച് ദിവസം സ്കൂളിൽ പോയാലും തിരക്കേടില്ല, സ്കൂൾ നഷ്ടപ്പെട്ടാലും തിരക്കേടില്ല. എൻ്റെ മക്കൾക്ക് അതാ ഞാൻ പറയാം, അച്ഛൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്. ഇപ്പോൾ താജ്മഹൽ ഒരു സുന്ദരമായ സംഭവമാണെന്ന് പറഞ്ഞാൽ അച്ഛൻ പറയാം, നീ താജ്മഹൽ കാണണം. കൽക്കത്തയാണ് ഏറ്റവും വലിയ സിറ്റി എന്ന് നീ പറയുകയാണെങ്കിൽ നീ കൽക്കത്ത കാണണം. അല്ല, നീ ഇവിടെ നിന്ന് പഠിച്ചിട്ട് എന്ത് കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അച്ഛൻ. ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അച്ഛൻ മനസ്സിലായി, നീ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് പഠിക്കല്ല, നീ ഇന്ത്യൻ പാർലമെന്റ് പോയി കാണണം. എന്നാലും നിനക്ക് എല്ലാ സങ്കല്പത്തിൽ നിന്നും ഒരിക്കലും ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് അച്ഛൻ്റെ ഒരു തിയറി. അപ്പം നീ ഇപ്പോൾ വിവേകാനന്ദൻ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറയുമ്പോൾ അവരുടെ ആശ്രമം അല്ല, അവർ നീ അത് അവിടെ പോയി നേരെ കാണണം. അങ്ങനെ ആകുമ്പോഴല്ലേ അതൊരു കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അച്ഛനെ കാശ്മീർ ഒഴിച്ച് ഇന്ത്യ മുഴുവൻ എനിക്ക് കാണിച്ചു തരാനും അതിലെ എന്ത് കാര്യം, പിന്നെ അച്ഛൻ നല്ല ജനറൽ നോളജാണ്. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ലാംഗ്വേജ് പരിചയം വരുന്നത്, എല്ലായിടത്തും കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു +2 പഠിക്കുമ്പോഴേക്കും ഞാൻ കാണാൻ സ്ഥലമില്ല എന്ന് പറയാം. അങ്ങനെയാണ്. അതായത് ഞാൻ പറഞ്ഞാൽ ഒരു സൈഡിൽ വീട്ടിൽ കുറച്ചൊക്കെ ഹിന്ദി ഇംഗ്ലീഷ് യൂസ് ചെയ്തിരുന്നു. പിന്നെ അച്ഛൻ പറയും കേരളം വിട്ടു പോകുമ്പോൾ, അതായത് ഈ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് കുറേ വലിയൊരു ഗുണം ചെയ്തു. കേരളം വിട്ടു പോകുമ്പോൾ ഞാൻ മലയാളം മീഡിയമൊക്കെ പഠിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ പറയും കേരളം വിട്ടു പോകുമ്പോൾ ഒരു കാരണവശാലും മലയാളം യൂസ് ചെയ്യരുത്. കാരണം വെച്ചാൽ നമുക്ക് വിവരമില്ല എന്ന് പറയുമ്പോഴാണ് ആളുകൾ നമ്മളെ കൂടുതൽ പറ്റിക്കുക. സോ കേരളം വിട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് മലയാളം പറയാം, നോ പ്രോബ്ലം. കേരളം വിട്ട് കഴിഞ്ഞാൽ ഹിന്ദി, ഇംഗ്ലീഷ്. തമിഴ്നാട് മാത്രം എക്സെപ്ഷൻ, കാരണം അവിടെ ഹിന്ദി പറഞ്ഞാൽ ചിലപ്പോൾ തല്ല് കിട്ടും ചിലപ്പോൾ. ഇപ്പോൾ അവിടെയൊക്കെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തമിഴ്നാട്ടിലാകുമ്പോൾ മാത്രം നമ്മൾ ഇംഗ്ലീഷ് കുറച്ച് യൂസ് ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും പോകുമ്പോഴാണ്. ഇപ്പം ഞാൻ ഒറീസയിൽ പോകണമെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഷയുടെയും ബുക്സൊക്കെ ഉണ്ട്, അത് കുറേ വായിക്കും. പക്ഷേ അത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ഭുവനേശ്വറിലൊക്കെ പോകുമ്പോൾ കട്ടക്കിലേക്കൊക്കെ ഉള്ള ട്രെയിനായാലും ബസ്സായാലും നമ്മളാ ജസ്റ്റ് ഞാൻ ആ കൊറിയയിലാണ് വായിച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ലോകത്തിലെ തന്നെ എല്ലാ മേജർ ലാംഗ്വേജും ഞാൻ 10 ദിവസം പഠിക്കാത്തൊരു മേജർ ലാംഗ്വേജ് ഇല്ല, ഒന്നിൻ്റെ മൈൻഡിലില്ല. അങ്ങനെ കൂടുതൽ തമിഴ്നാട്ടിൽ പോയതുകൊണ്ടാണ് കുറച്ച് തമിഴ് ഞാൻ ബെറ്ററായത്. കാരണം എനിക്ക് തമിഴ് കൾച്ചറൊന്നും അങ്ങനെയില്ല. അപ്പോൾ ഹിന്ദി നാടുകളിൽ വളരെ കൺസിസ്റ്റൻ്റായി പോയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഹിന്ദി പറഞ്ഞ് അങ്ങനെ ഇത് കിട്ടുന്നത്. പൊതുവെ എല്ലായിടത്തും കുറേയൊക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിന് വലിയ ആവശ്യമില്ല, ഹിന്ദിയാണ് വേണ്ടത്. ഞാൻ മനസ്സിലായി ഈ സിനിമ എടുത്തുകൊണ്ടിരുന്നത് തന്നെ ഹിന്ദിയിലും തമിഴിലും ഇത് സൈമൾട്ടേനിയസ്ലി എടുത്തിരുന്നു, ഒരേ സമയം എടുത്തിരുന്നത്. അതായത് ഞാൻ പറഞ്ഞ വെച്ചാൽ അവിടെ ഇല്ലല്ല, തീർച്ചയായിട്ടും അത് പോകാണ്ടായത്. പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ഭാഷ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ. ശരിക്കും ഇതിൽ നായക കഥാപാത്രം ഞാൻ ചെയ്യേണ്ട ഒരു കാരണം അതാണ്. കാരണം ഇതിന് 50% ജോണാണ്. ജോൺ എന്ന് പറഞ്ഞ സെൻട്രൽ ക്യാരക്ടറാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഡയലോഗ് ഒരു ഇതൊക്കെ എൻ്റെ ഡയലോഗല്ലേ, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതാം. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മലയാളം എല്ലാവരും ഭംഗിയായിട്ട് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഹിന്ദി തമിഴൊക്കെ എത്തുമ്പോൾ അത് എൻ്റെ സിനിമയിലെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഡയലോഗാണ്. ആ ഡയലോഗ് ഒരു ഇവർക്ക് മലയാളം തന്നെ ഓരോരുത്തർ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഹിന്ദി തമിഴ് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഓരോരുത്തർ സന്തോഷേട്ടാ അത് വേണോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുകയാണെങ്കിൽ. പക്ഷെ ഞാനെന്നാലും മസിൽ പിടിച്ച് ചെയ്തു. പിന്നെ ചില സീൻസിൽ മലയാളത്തിൽ വ്യത്യാസമുണ്ട്. ചില ചോദിക്കുന്നതല്ല ഈ സീന് വേണ്ടേ, ഹിന്ദി തമിഴും ഇല്ലേ? അപ്പോൾ ഞാൻ പറയാം അല്ല, തമിഴിൽ അത് വേണ്ട. കാരണം നമ്മളുടെ മലയാള ശൈലിയിൽ വരുന്ന ചില സീൻസ് അതിൻ്റെ അവിടെ ആവശ്യമില്ല. അതേസമയം മലയാളം അല്ലാത്ത ചില തമിഴ് ഹിന്ദി മാത്രം വരുന്നുണ്ട്, വ്യത്യാസമുണ്ട്, സ്വാഭാവികം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ചില സീനിൽ അത് വന്നിട്ടില്ല. കാരണം ആവശ്യമുള്ളത് മതിയല്ലോ. അത് ഞാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളൊരു ഇതിൽ ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ സ്ക്രിപ്റ്റ് വളരെ ബുദ്ധിപൂർവ്വമുള്ള സ്ക്രിപ്റ്റാണ്. അതൊരു ചെറിയൊരു സീൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രാധയെ ആദ്യം ഞാൻ കാണുന്ന ഒരു സീൻ നിങ്ങൾ നോക്കിക്കോ. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നമ്മുടെ അതിലെ ഹോട്ടലിലെ ആൾ വന്ന് ചോദിക്കും, സർ പൂരി ഫ്രൈഡ് റൈസ് തന്തൂരി ചിക്കൻ ചോദിക്കും. അതെല്ലാ ഭാഷയിലും ഈക്വലാണ്. അപ്പോൾ ഞാൻ പറയും പ്ലീസ് കുറച്ച് കഴിഞ്ഞിട്ട് നിന്നോട് പറയാം, അത് മലയാളമാണ്, അത് 3 വർഷം എടുത്തു. ഉടനെ ഫോൺ ചെയ്യും, രാധ വൈ ആർ യു നോട്ട് കമ്മിങ്, ഇംഗ്ലീഷാണ്. അപ്പോൾ രാധ അവിടുന്ന് ഇല്ല ജോണേ ഞാൻ വരില്ല. രാധയെ ഞാൻ അവിടെ കാണിക്കുന്നില്ല, കാരണം രാധയെ എനിക്ക് നല്ല രീതിയിൽ ഇൻട്രൊഡക്ഷൻ ചെയ്യാണ്ട്. എനിവേ രാധയെ ഞാൻ അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ മലയാളം എടുക്കുമ്പോൾ തമിഴും ഹിന്ദിയും ഒറീസയും ആസാമീസൊക്കെ സെയിമാ. അവൾ ഈ കഥയൊക്കെ പറയും, നിങ്ങളിത് കുറേ കാലമായില്ലേ കല്യാണം തരും. അപ്പം ഞാൻ പറയും രാധ പ്ലീസ് ലിസൺ ടു മീ, അത് 3 വർഷം എല്ലാ വർഷവും ഈക്വലാ. അപ്പോൾ അവൾ വീണ്ടും പറയും ഇല്ല നമ്മളിവിടെ എല്ലാ ബന്ധവും തീർന്നു. അവളെ നേരെ കാണിക്കാത്തതുകൊണ്ടൊരു പ്രശ്നം ഇവിടെ ഇല്ല. അവള് എളുപ്പാ എൻ്റെ സ്ക്രിപ്റ്റ്. പക്ഷെ പെട്ടെന്ന് ആൾക്ക് മനസ്സിലായില്ല. വീണ്ടും ഇപ്പം വരും, സർ പൂരി ഫ്രൈഡ് റൈസ് തന്തൂരി ചിക്കൻ മോശം.
ഈ വേർഡ് മാത്രം അവിടെ 3 ലാംഗ്വേജിലും മതി ഉപയോഗിക്കാം. അതേപോലെ ഞാനും എൻ്റെ അമ്മായിയും കണ്ടുമുട്ടുന്ന ഒരു സീനുണ്ട്. ഞാൻ വരുന്നു, അപ്പം ഞാൻ ചോദിക്കും, ഈശ്വര ഇത് രാധയുടെ അമ്മയാണല്ലോ, ഇവരെ മുന്നിൽ തന്നെ പെട്ടുപോയല്ലോ. ഇത് ഞാൻ ചിന്തിക്കുന്നതാണ്, ഇത് 3 ഭാഷയിൽ എൻ്റെ ചിന്ത ഒന്നാ. ഈ സ്ത്രീ ആലോചിക്കും, കാരണം അവിടെ വേറെ ആളോട് ചോദിക്കല്ലോ, ഇവൻ കാരണം എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. ഇവർ പോകുന്നു, ഇവർ തമ്മിലൊരു ക്രാഷ്, ഇവരെ ഒരു 2 വീലർ ഇടിച്ചിടുന്നു. ഞാൻ അമ്മേ എന്ന് പറഞ്ഞു. അവിടെ നിന്ന് വേറെ ലിപ്പൊന്നുമില്ല. കൈ കൊടുക്കാൻ പോകും, അമ്മ ഒരൊറ്റ തട്ട, ഇവരെ ഈ അവിടെ കിടക്കട്ട തളന്ന് പറഞ്ഞ് ഞാൻ പോകും. നിങ്ങൾ മനസ്സിലാക്കി ഇതെല്ലാ ഭാഷയിലും ഈക്വലാണ്. പക്ഷെ ഇത് അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ കാണുന്നവർക്ക് അങ്ങനെ ഫീൽ ചെയ്യിക്കാതിരിക്കുകയും ബുദ്ധിപൂർവ്വം, അതായത് ഞാൻ എൻ്റെ കാണുമ്പോഴേ ഞാൻ അങ്ങനെ അവിടെ കൊടുക്കുന്നത്, ഇത് രാധയുടെ അമ്മയാണല്ലോ, ഇവരെ മുന്നിൽ തന്നെ പെട്ടുപോയല്ലോ, അവിടെ ലിപ്പില്ല, ഇവൻ കാരണമാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തത്, ഇവിടെ ലിപ്പില്ല. ഇങ്ങനെ ആ സിനിമയിൽ എത്രയോ സീൻസ് ഉണ്ട്. ഇതിലെ ഈ ഫിലിമിന് ക്യാമറമാന് ക്രെഡിറ്റ് കൊടുത്ത് കാണുന്നില്ല, അത് എന്തുകൊണ്ട്? അയ്യോ, എങ്ങനെയാണ് ക്രെഡിറ്റ് കൊടുത്തില്ലെന്ന് പറയാ? നിങ്ങൾ ആ സിനിമ കണ്ടില്ലേ? ഫസ്റ്റ് ഉണ്ടല്ലോ ക്യാമറ, സുജിത്ത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്നിലധികം പേര് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതലും ചെയ്ത ഒരാളെ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ടൈറ്റിൽ വരുന്നുണ്ട്. ഞാൻ മീൻചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. പിന്നെ വിദ്യാഭ്യാസം പലപ്പോഴും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡിപ്ലോമ ട്രാൻസ്ലേഷൻ കോഴ്സ് ഇൻ ഇംഗ്ലീഷ് ഹിന്ദി പറഞ്ഞിട്ടൊരു കോഴ്സുണ്ട്. അത് പാർട്ട് ടൈമാണ് ഇത്തരം കോഴ്സുകളൊക്കെ. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് കഴിഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. സർക്കാർ സർവീസ് ആയതുകൊണ്ട് ലോങ് ലീവ് കിട്ടും. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പൊ ഏത് പോസ്റ്റിലായിരുന്നു ഈ ലീവ് എടുക്കുമ്പോ? ഏത് ഓഫീസ്? ഇറിഗേഷൻ ഏത് ഓഫീസിലായിരുന്നു? ജൂനിയർ എഞ്ചിനീയർ. ജൂനിയർ എന്താണ്? പിന്നെ ഓവർസിയർ എന്ന് പറയാം. ജൂനിയർ എഞ്ചിനീയർ കോഴിക്കോട് തന്നെ. കോഴിക്കോടാണ്. ആ ജോലി ഇനി തിരികെ കയറാൻ, ഇതെല്ലാം കഴിയുമ്പോൾ തിരിച്ചു കയറാൻ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടും ഞാൻ അതൊന്നുമില്ലെങ്കിൽ VRS എടുക്കാനുള്ള പരിപാടിയുണ്ട്. നമുക്ക് ചെറിയൊരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് അതിലിങ്ങനെ. ഇപ്പൊ ഒഫീഷ്യൽ ലീവിൽ തന്നെയാണ്? ലീവിലാണ്. പിന്നെ ജിത്തുഭായി അടുത്തൊരു മാസങ്ങൾക്കുള്ളിൽ അത് തീർക്കാൻ കഴിയുമല്ലേ? അങ്ങനെ ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് 8 പാട്ട്, എന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് ഞാൻ ചോദിച്ചത്, ഇപ്പം ആദ്യ പടം എടുക്കാൻ വീട് വിറ്റു എന്നാണ് ഞാൻ കേട്ടത്. വിറ്റ എത്രയോ 8-10-20 ലക്ഷത്തോളം അതിന് ചെലവായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പണം തിരിച്ചു പിടിക്കണ്ടേ? പിടിച്ചിട്ടല്ലേ അടുത്തൊരു ഫിലിം എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ നോക്കാം. ഞാൻ സാമ്പത്തിക കാര്യങ്ങളെ പറ്റിയിട്ട് അറിയില്ല, എന്നാലും കുഴപ്പമില്ലാതെ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും എന്നാണ് വിചാരിക്കുന്നത്. ഫിനാൻസ് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? ഒരു ഫിലിം എടുക്കണമെങ്കിൽ കയ്യിൽ ഫിനാൻസ് വേണം. അതിനെപ്പറ്റി എപ്പോഴും ആലോചിക്കുന്നില്ല? ഞാൻ ഒരിക്കലും ആലോചിക്കാറില്ല. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കാറുണ്ട്. ഞാൻ ചെയ്യുന്നവരെ ഞാൻ ചെയ്തിരിക്കും. അടുത്ത പടം ഇതേപോലെ അങ്ങ് നടന്നു പോകുന്നു വിചാരിക്കും? തീർച്ചയായിട്ടും. ആ ഒരു കോൺഫിഡൻസ് എനിക്കെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നാട്ടിലെ പ്രോപ്പർട്ടി വേറെ വിൽക്കാത്ത, വേറെ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടാണ് സിനിമ എടുക്കുന്നത്, വേറെ പ്രോപ്പർട്ടിയൊക്കെ ജീവിക്കാൻ എല്ലാം സൗണ്ട് ആയിട്ടുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വേള ഇതൊന്നും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ അമ്മ പറയാറുണ്ട്, മോനെ കള്ളം കണ്ടുകൊണ്ടുപോകാത്തൊരു സാധനമാണ് വിദ്യ. ഇനിയിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടാലും എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. 10-24 സബ്ജക്ട്സ് പഠിച്ചതാണ് ചെറിയൊരു സമയത്തിനുള്ളിൽ. ഒരേ സമയം 5 കോഴ്സ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. സോ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഏതൊരാടുത്ത് പോയാൽ ഒരു ജോലി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി ഒരാളെ ഒരു ജോലി കിട്ടിയില്ലെങ്കിലും ഒരു സീപ്പറായ ജോലി ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ട്. എനിക്ക് അങ്ങനത്തെ യാതൊരു ജാടയില്ല. ഏത് ജോലിയും ദൈവം തരുന്നൊന്നും അതിൽ നിന്ന് 10 രൂപ കിട്ടുന്നെങ്കിൽ 10 രൂപ ദൈവം തന്നേ കണക്കാക്കി അതിനോട് നന്ദി പറയാനുള്ളൊരു മാനസികാവസ്ഥ എനിക്കുണ്ട്. അതുകൊണ്ട് വീടില്ലെങ്കിലും ജോലി ഇല്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ സമാധാനമായിട്ട് ജീവിക്കും.